സീസണിലെ മൂന്നാമത്തെ എൽ ക്ലാസിക്കോയ്ക്കായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 1:30 കോപ്പ ഡെൽറേയുടെ ഫൈനലിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും കൊമ്പുകോർക്കുന്നത്. എന്തായാലും ആവേശകരമായൊരു മത്സരം തന്നെയായിരിക്കും സെവിയയുടെ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത്. ഈ സീസണിലെ മൂന്നാമത്തെ എൽ ക്ലാസിക്കോ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചപ്പോൾ ആദ്യത്തെ രണ്ട് എൽ ക്ലാസിക്കോയിലും വിജയം ബാഴ്സലോണയ്ക്കായിരുന്നു. ഒക്ടോബറിൽ നടന്ന ലാലിഗയിലെ എൽ ക്ലാസിക്കോയിൽ 4-0 റയൽ മാഡ്രിഡിനെ ബാസ തകർത്തു വിട്ടത്. തികച്ചും ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു വിജയമായിരുന്നു ഫ്ലിക്കിന്റെ ടീം അന്ന് സ്വന്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ ജനുവരിയിൽ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിലും ബാഴ്സലോണയ്ക്കായിരുന്നു വിജയം. ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ 5-2 പരാജയപ്പെടുത്തിയത്. അപ്പം ഈ ഒരു സീസണിലെ മൂന്നാമത്തെ വിജയം, അതായത് ഹാട്രിക് വിജയം, റയൽ മാഡ്രിഡിനെതിരെയുള്ള ഹാട്രിക് വിജയമാണ് ബാഴ്സലോണ ലക്ഷ്യമിടുന്നത്. ബാഴ്സലോണയ്ക്ക് ഒരു മുൻതൂക്കമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ നല്ല പോസിറ്റീവ് നോട്ടിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ കടന്നു. ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമുകളിൽ ഒന്നാണ് ബാഴ്സലോണ. അതുകൂടാതെ അവസാനമായി കളിച്ച 2 മത്സരങ്ങളിലും ബാഴ്സലോണയ്ക്ക് വിജയിക്കാൻ സാധിച്ചു. ലാലിഗയിലെ പോരാട്ടങ്ങളിൽ സെൽറ്റ വിഗോയെ 4-3 ബാഴ്സലോണ പരാജയപ്പെടുത്തി. ആവേശകരമായ ഒരു പോരാട്ടത്തിനൊടുവിൽ റഫീനിയയുടെ അവസാനം നേടിയ ഒരു ഗോളാണ് ബാഴ്സലോണയ്ക്ക് വിജയം സമ്മാനിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ ലാലിഗ പോരാട്ടത്തിൽ മയോർക്കയെ 1-0 ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ഒരു ഹൈ നോട്ടിലാണ് ബാഴ്സലോണ ഈ ഒരു നിർണായക മത്സരത്തിന് കളിക്കാൻ ഇറങ്ങുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലെ തോൽവി അവർക്കൊരു വലിയ ആഘാതമായിരുന്നു. ആഴ്സണലിനെതിരെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിരുന്നില്ല. ചാമ്പ്യൻസ് ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാർ എന്നുള്ള രീതിയിൽ ക്വാർട്ടറിൽ പുറത്തായി. പക്ഷെ അതിനുശേഷം നടന്ന 2 ലാലിഗ മത്സരങ്ങളിലും റയലിന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഗോളിന് അത്ലറ്റിക് ക്ലബിനെ തോൽപ്പിച്ച റയൽ മാഡ്രിഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടത്തിൽ ഗെറ്റാഫെയും ഒരു ഗോളിന് തോൽപ്പിച്ചു. നേരിയ വിജയങ്ങളാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും വിജയ വഴിയിൽ തിരികെ എത്താൻ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ട്. ആൻസലോട്ടിക്കും അത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ റയൽ മാഡ്രിഡിന് മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് എംബാപ്പെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. കാരണം എംബാപ്പയ്ക്ക് കഴിഞ്ഞ 2 മത്സരങ്ങളും നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പൂർണ്ണമായും പരിക്കിൽ നിന്ന് മോചിതനായി എംബാപ്പെ ഈ ഒരു കോപ്പ ഡെൽറേയുടെ ഫൈനലിൽ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ എംബാപ്പയുടെ സാന്നിധ്യം റയൽ മാഡ്രിഡിന് ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകമാണ്. അതുകൂടാതെ വിനീഷ്യസും റോഡ്രിഗോയും ബെല്ലിങ്ങാം എല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതുണ്ട്. പലപ്പോഴും ബാഴ്സലോണയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ വമ്പൻ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോകളിലൊക്കെ കണ്ടതാണ്. അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ബാഴ്സലോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഏസ് സ്ട്രൈക്കറായ ലെവൻഡോസ്കി ഇല്ല എന്നുള്ളതാണ്. കാരണം ലെവൻഡോസ്കിക്ക് ഈ ഒരു മത്സരം കോപ്പ ഡെൽറേ മത്സരം നഷ്ടമാകും. അദ്ദേഹത്തിന് പരിക്കാണ്. അപ്പോൾ ലെവൻഡോസ്കി ഇല്ലാതെ ഇറങ്ങുന്നു എന്നുള്ളത് ബാഴ്സലോണയ്ക്ക് ഒരു ചെറിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ മയോർക്കെതിരെ ലെവൻഡോസ്കി ഉണ്ടായിരുന്നില്ല. 40 ഷോട്ടുകളാണ് ഫ്ലിക്കിൻ്റെ ടീം അടിച്ചത്. പക്ഷേ ആകെ ഒരൊറ്റ ഗോളിനാണ് വിജയിച്ചത്. റഫീനി ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതും ഒരു ഘടകമായി മാറി. പലപ്പോഴും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബാഴ്സലോണ മുന്നിലാണ്. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ ലെവൻഡോസ്കിയെ പോലുള്ളൊരു പ്ലെയർ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഇത്രയും നിർണായകമായ ഒരു മത്സരത്തിൽ. അപ്പോൾ അത് ഒരു തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ റയൽ മാഡ്രിഡിന് പരിക്കൊരു പ്രശ്നമാണ്. കമവിംഗ സീസൺ ഔട്ടായിരിക്കുകയാണ് പരിക്ക് കാരണം. അതുകൂടാതെ ഡേവിഡ് അലാബയ്ക്കും കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് ബാക്കിന്റെ റോളിൽ ഫ്രാൻ ഗാർഷ്യ സ്റ്റാർട്ടിംഗ് 11-ൽ കളിക്കാനാണ് സാധ്യത. റൈറ്റ് ബാക്ക് ആയിട്ട് വാസ്കോസ് കളിക്കുമോ അല്ലെങ്കിൽ വാൽവെർദെ ആ ഒരു പൊസിഷനിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കമവിംഗയുടെ അഭാവം ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പം ചൗമേനി ആയിരിക്കും കമവിംഗയ്ക്ക് പകരം മിഡ്ഫീൽഡിൽ ഇറങ്ങുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബാഴ്സലോണയുടെ ഹൈലൈൻ ഡിഫൻസിനെ എങ്ങനെ റയൽ മാഡ്രിഡ് മറികടക്കും എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ എൽ ക്ലാസിക്കോയിൽ, അതായത് ലാലിഗയിലെ എൽ ക്ലാസിക്കോയിൽ ഒക്ടോബറിൽ 4-0 റയൽ മാഡ്രിഡ് ബാഴ്സലോണയോട് പരാജയപ്പെട്ടപ്പോൾ അന്ന് ഏറ്റവും തലവേദനയായത് ബാഴ്സലോണയുടെ ഓഫ് സൈഡ് ട്രാപ്പായിരുന്നു. അന്ന് എംബാപ്പെ 8 തവണയാണ് മൊത്തം ഓഫ് സൈഡ് കുടുങ്ങിയത്. 2 ഗോളുകൾ എംബാപ്പയുടെ ഓഫ് സൈഡ് കാരണം നഷ്ടമായി. അപ്പോൾ എംബാപ്പെ എങ്ങനെ ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനെ മറികടക്കും, ഈ ഹൈലൈൻ ഡിഫൻസിനെ എങ്ങനെ മറികടന്ന് സ്കോർ ചെയ്യും അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കും എന്ന് അറിയാൻ ആണ് ഇനിയിപ്പം നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു റിസൾട്ട് എന്തായാലും വരും. ഒരുപക്ഷെ എംബാപ്പെ ആ ഒരു ട്രാപ്പിനെ മറികടന്നുകൊണ്ട്
റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എംബാപ്പെ വീണ്ടും പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ അതുകൂടാതെ വിനീഷ്യസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു മാസ്മരികമായ പ്രകടനം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ ബാഴ്സലോണയ്ക്കെതിരെ ഒരു വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം ബാഴ്സലോണ അത്രയ്ക്കും ഒരു ഫ്ലോയിൽ കളിക്കുന്ന ഒരു ടീമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഇതാണ് ഒരു സാഹചര്യം. ഈ ഒരു മത്സരത്തെക്കുറിച്ച്, എൽ ക്ലാസിക്കോയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പക്ഷേ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള പോരാട്ടങ്ങളെ നമുക്ക് ഒരിക്കലും ഒരു മുൻവിലയിരുത്തലുകൾ നടത്താൻ പറ്റില്ല. എന്തും സംഭവിക്കുക. റയൽ മാഡ്രിഡിന് തിരിച്ചു വരാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് ഇപ്പം കൈവന്നിരിക്കുന്നത്. ഇനിയും ഒരു എൽ ക്ലാസിക്കോ ഈ ഒരു സീസണിൽ ബാക്കിയുണ്ട്. നിർണായകമായ ഒരുപക്ഷെ ഈ ലാലിഗ കിരീടത്തിൽ തന്നെ ഒരു നിർണായകമാകാൻ പോകുന്ന എൽ ക്ലാസിക്കോയാണ് ഇനി വരാൻ പോകുന്ന അടുത്ത മാസം നടക്കുന്ന പോരാട്ടം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റയൽ മാഡ്രിഡിന് ഒരു വിജയം നേടാൻ പറ്റും. അതുമാത്രമല്ല ഒരു കിരീടം നേടാൻ സാധിക്കുമോ എന്നാണ് അറിയാനുള്ളത്. ബാഴ്സലോണയെ സംബന്ധിച്ചും നിർണായകമായ പോരാട്ടം തന്നെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു എൽ ക്ലാസിക്കോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ആർക്കാണ് മുൻതൂക്കം? ബാഴ്സലോണയ്ക്ക് ഒരു അനായാസ വിജയം വീണ്ടും ആവർത്തിക്കാൻ റയൽ മാഡ്രിഡിനെതിരെ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.